108 ആംബുലൻസ് ജീവനക്കാർ സമരത്തിലേക്ക്. ഡ്രൈവർമാരും നഴ്സുമാരും അടക്കം 1300ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനെതിരെയാണ് സമരം ശക്തമാക്കുന്നത്. കേരള പ്രദേശ് 108 ആംബുലൻസ് മസ്ദൂർ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് 108 ആംബുലൻസിൽ 2019 മുതൽ ജോലി ചെയ്തു വരുന്ന ഡ്രൈവർമാരും നഴ്സുമാരും ഉൾപ്പെടെ 1300ഓളം സ്റ്റാഫുകളെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ നിയമനം നടത്താൻ GVK EMRI ഗ്രീൻ ഹെൽത്ത് സർവീസ് എന്ന കമ്പനി നീക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ സമരത്തിന് ഒരുങ്ങുന്നത്. കമ്പനിയുടെ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും തൊഴിലാളികളുടെ നിലവിലെ ശമ്പളം, PF, ഇൻഷുറൻസ് മുതലായ ആനുകൂല്യങ്ങൾ നൽകി നിലനിർത്തണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. ജീവനക്കാരുടെ ആവശ്യങ്ങൾ കമ്പനിയെ അറിയിച്ചിട്ടും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് കടക്കുന്നതെന്ന് 108 ആംബുലൻസ് മസ്ദൂർ സംഘ് പറഞ്ഞു. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡ്രൈവർമാരും അതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത നമ്മുടെ ANM അതുപോലെ ഈ 6 മാസം 10 മാസം 1 വർഷം പഠിച്ച സ്റ്റാഫുകളിനെയാണ് ഇവർ എടുക്കാൻ നോക്കുന്നത്. അവർക്ക് തുച്ഛമായ ശമ്പളം നൽകിയിട്ടാണ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ നിലവിലെ സ്റ്റാഫുകളിനെ നമുക്കിപ്പോൾ ഇവർ പറയുന്നത് ഈ നിങ്ങൾ ഞങ്ങൾ ടെർമിനേഷൻ ചെയ്യും, ടെർമിനേഷൻ ചെയ്ത് നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ചെയ്തു തരാം, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ശമ്പളത്തിൽ വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന രീതിയാണ് മാനേജ്മെൻറ്റ് ഇപ്പോൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് തന്നെയാണ് BMS പ്രക്ഷോഭ പരിപാടിയായിട്ട് മുന്നോട്ടിറങ്ങുന്നത് കേരളം ഒട്ടാകെ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഉടനീളെ ഭയങ്കര പ്രക്ഷോഭങ്ങളുമായിട്ട് BMS രംഗത്തുണ്ടാവും. പുതിയ സർക്കാർ അധികാരത്തിലേറ്റ സാഹചര്യത്തിൽ വിഷയം ഉന്നയിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടെ നേരിൽ കാണാനും ജീവനക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിനോട് നമ്മൾ പുതിയ സർക്കാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞുള്ളൂ. നമ്മളിനി തൊഴിൽ മന്ത്രിനെയും നമ്മളതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും നമ്മളിനി വേണ്ട നിബന്ധനകൾ നൽകുന്നുണ്ട്. അതിനിടെ നമുക്ക് നല്ല ഉചിതം കിട്ടിയില്ലെങ്കിൽ കേരളം ഒട്ടാകെ നമ്മൾ ശക്തമായിട്ട് പ്രക്ഷോഭ സമരങ്ങളായിട്ട് മുന്നോട്ടിറങ്ങാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. നിയമപരമായ ജോലി സമയം 8 മണിക്കൂർ എന്നത് നിലനിർത്തി അധിക സമയം ഓവർ ടൈം ഡ്യൂട്ടിയായി പരിഗണിക്കുക, തടസ്സമില്ലാത്ത ആംബുലൻസ് സർവീസ് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജനം, പാലക്കാട്.